അവർക്ക് ശരിക്കറിയാം. അവർ പുകഴ്ത്തിയ കൊണ്ടൊന്നും എന്നെ പിടിച്ച് ശിക്ഷിച്ചേക്കല്ലേ. സിദ്ദീഖ് അങ്ങക്ക് അങ്ങനെ ഉള്ളും പുറവും വേറെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല മനുഷ്യൻ ഈ ലോകത്താരെ ഉള്ളത്? സിദ്ദീഖ് തങ്ങൾ പോലും പേടിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് മുനാഫിക്കാണോ ഞാൻ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് നോക്കാൻ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ലിസ്റ്റിലൊന്നും നിങ്ങളെ പേരില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഹദ്ദിദിന്നല്ലർ, ശരിക്കും നോക്കുമോ ഞാൻ ഉണ്ടെങ്കിലോ എന്ന്. എപ്പാ പറയുന്നത്? വഫാത്തിന്റെ തൊട്ടു മുമ്പ് സുബഹ നിസ്കാരത്തിൽ കുത്തേറ്റിട്ട് കൊടുക്കുന്ന പാലൊക്കെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ അതിങ്ങനെ അടക്കി പിടിച്ചിട്ടാണ് ചോദിക്കണത്, ഞാൻ മുനാഫിക്കാണോ നോക്കുമോനെ. നമുക്ക് പേടി വേണം. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം, ഞാൻ ഫോട്ടോൻ്റെ ആളാവുന്നുണ്ടോ, ഞാൻ ആൾക്കാരുടെ പുകഴ്ത്തൽ കിട്ടാൻ വേണ്ടിയാണോ ഈ കളിയൊക്കെ കളിക്കണത് എന്നൊരു പേടി നമുക്കെപ്പോഴും ഉണ്ടാവണം. ഏത് അമലും പൊളിക്കുക എന്നല്ലാതെ ഇബ്ലീസിന് വേറൊറ്റ താല്പര്യമില്ല. ഇബ്ലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചതിയുടെ പ്രയോഗം തന്നെ കളവ് പറയലാണ്. കളവ് പറയും. ഇബ്ലീസിന്റെ മെയിൻ ആയുധം കളവ് പറയലാണ്. ഈ കളവ് പറയൽ അവസാനിക്കൽ പരലോകത്തെത്തിയാൽ മാത്രമാണ്. പരലോകത്തെത്തിയാൽ ഇബ്ലീസ് കളവ് പറയൽ നിർത്താൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇബ്ലീസിനെ പിഴപ്പിക്കാനുള്ള ചാർജ് ഇന്ധനം കഴിഞ്ഞ്, അത് മൂപ്പരുടെ മരണം വരെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇനി ചാർജില്ല. രണ്ടാമത്തത്, ഇനി പഴപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, റിസൾട്ട് വന്നല്ലോ, ഇനി മാറി റിസൾട്ട് വരില്ല. റിസൾട്ട് വന്നു, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഗീർ. ഇനി ആരും പ്രത്യേകിച്ച് പഴപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതാണ് കാര്യം. കളവ് പറഞ്ഞ് പറ്റിക്കും ഇബ്ലീസ്, എങ്ങനെയെങ്കിലും കളവ് പറഞ്ഞ് പറ്റിക്കും. നിങ്ങൾ നോക്കൂ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വർഗത്തുനിന്ന് പഴം പറിച്ച് നിന്നാൻ വേണ്ടി ഇബ്ലീസ് പ്രയോഗിച്ച പ്രയോഗം എന്താ? ഞാനൊരു നാസിഹായതുകൊണ്ട് പറയുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈർ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം പറയണതാണ്, എനിക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും താല്പര്യമില്ല. കണ്ടോ ആദം നബിയോട് ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ചങ്ങായി പ്രയോഗിച്ച ടേം തന്നെ ഞാൻ നാസിഹാണെന്നാണ്, ഞാൻ നിങ്ങൾക്ക് ഗുണം ആഗ്രഹിച്ച് പറയുന്നതാണ്. സ്വർഗത്തുനിന്ന് ഇബ്ലീസിനെ പിടിച്ച് പുറത്താക്കിയ സമയത്ത് അള്ളാഹിനോട് എന്താ ചങ്ങായി പറഞ്ഞത്? ലാ ഉഗ്വിയന്നഹും, ഞാൻ പഴപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ പഴപ്പിച്ചിരിക്കും. വലതും ഇടതും വേക്കിലും മുമ്പിലൊക്കെ മനുഷ്യന്മാരെ പഴപ്പിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞ ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് ഒരു ബുദ്ധിമാനും ഒഴിവാവൂല. അയാൾ എപ്പോഴും ബുദ്ധിമാനാണെങ്കിൽ ജാഗ്രത ഉണ്ടാകുമെന്ന് ഇൽഹാറു സിദ്ഖി വൽ മവദ്ദ ഫീ ശർഹി ഖസീദത്തിൽ ബുർദയിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇബ്ലീസ് പിന്നെ ചതിക്കുന്ന ഒരു ചതി, ഈ റിയാവും ഇല്ല എന്ന് കണ്ടാൽ എങ്ങനെയെങ്കിലും അത് ചതിക്കണം എന്ന് കണ്ട് 4 പ്രയോഗങ്ങൾ നടത്തിയിട്ട് ഇല്ലെങ്കിൽ ഒരു അർദ്ധയുക്തിവാദത്തിലേക്ക് ഇബ്ലീസ് എത്തിക്കും. ഒരു അർദ്ധയുക്തിവാദത്തിലേക്ക്. അതെങ്ങനെ? കുറെ എത്തിസത്തിന്റെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് ഇത് വേഗം ഉണ്ടാവും. അതെങ്ങനെ എത്തിക്കുക? മൂപ്പരിക്ക് ഇബ്ലീസ് തോന്നിപ്പിക്കും, ഞാൻ ഒന്നുകിൽ സ്വർഗത്തില് അല്ലെങ്കിൽ നരകത്തില്. സ്വർഗത്തിലാണെങ്കിൽ ഇത്ര അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. നരകത്തിലാണ് എൻ്റെ സീറ്റ് ഉറപ്പായതെങ്കിൽ ഈ ഇബാദത്തുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു അർദ്ധയുക്തിവാദത്തിലേക്ക് പതിയെ എത്തിക്കും. അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളോട് അമല് ചെയ്യാൻ അള്ളാഹ് പറഞ്ഞു, അത് ചെയ്യാത്ര തന്നെ. സ്വർഗാണോ നരകാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹിന്റെ പണിയും നമ്മൾ തന്നെ എടുക്കാൻ പാടില്ല, അള്ളാഹ് എടുത്തോളൂ. അങ്ങനെ ചില ആള് അള്ളാഹിന്റെ പണിയും മലക്കള പണിയെല്ലാം ഇപ്പോൾ അടുത്ത് ചില ആൾ എടുക്കും. സ്വലാത്ത് റൗദയിൽ എത്തിക്കേണ്ട പണിയെല്ലാം ചില ആൾ ഏറ്റെടുത്തിട്ട് കാണാം. അത് മലക്കൾ നേരത്തെ ഏൽപ്പിക്കപ്പെട്ട ആളാണ്, ഓരെത്തിച്ചോളൂ. ആശിക്കീങ്ങളെ സ്വലാത്തുമായി ഞാൻ മദീനയിലെത്തിന്ന് സ്റ്റാറ്റസ് ഇടുന്നതാണ് ചിലർ. വൃത്തികേട് കളിക്കരുത്, ആരെയും കാണിക്കാനോ ഒന്നും ചെയ്യരുത്. ശരിക്കും മദീനയിലെത്തിയാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി, നാണക്കേട്, ഇത് രണ്ടുമാണ് ഉണ്ടാവേണ്ടതെന്ന് ഇമാം ഷാറാനി റളിയല്ലാഹുവിന്റെ ബഹജത്തുൻ നുഫൂസി വൽ അഹ്ദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖിൽ കാണാം. ശരിക്കും റൗള ഷരീഫിന്റെ അടുത്തെത്തിയാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയും നാണക്കേടും വേണം. എന്താ വേണ്ടത്? മെയിനായിട്ട് ഞാൻ ഈ മദീനയിൽ നിൽക്കാൻ അർഹനല്ലല്ലോ റബ്ബേ എന്ന പേടി വേണം. തങ്ങള് റൗളയിൽ നിന്ന് തങ്ങളെ കൈ നീട്ടിത്തരുമോ എന്ന് ചോദിക്കൽ തന്നെ അതവേടാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മഹാന്റെ ചോദ്യം ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ
ഫമഹ്മൂലുൻ, നീ അതിനെക്കുറിച്ച് വായിക്കേണ്ടത് ഏത് കണ്ണട വെച്ചിട്ടാണെന്നറിയോ? ഷെഹറാനിമ പറയാം. എന്താ വായിക്കേണ്ടതെന്നറിയോ? അഹ്മദ് മോന് റൗലയിൽ എന്നെ കാണാൻ വരുന്നുണ്ടല്ലേ, വന്നാൽ എൻ്റെ കൈ ചോദിക്കണമെന്ന് അവിടുന്ന് പെർമിഷൻ കൊടുത്തവരാണ് ചോദിച്ചത്. നമ്മളെ പോലത്തെ ടീം എന്തിനാ അവിടെ പോയിട്ട് എന്തെങ്കിലും കളിക്കണത്? നമ്മൾ ആരാ? 2 പാട്ട് എഴുതുമ്പോഴേക്ക് പാടുമ്പോഴേക്ക് നമ്മൾ ആരെങ്കിലും ആവൂ? നമുക്ക് മദീനയിൽ നിൽക്കാൻ അർഹത ഉണ്ടോ? മദീന നാടിൻ്റെ പവർ എത്ര! ഞാൻ മദീനയിലാണ് ഉള്ളത്, നിനക്കെതിരെ ഞാൻ ദ്വാരക്കുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തങ്ങൾ കാര്യമായിട്ട് മദീനയിൽ ജീവിക്കുന്ന കാലത്ത് പറഞ്ഞിരുന്നത് ആർക്കും എതിരെ ദ്വാരക്കരുത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് ഇങ്ങനെ മാർക്കറ്റിങ്ങിന് മദീനയും ഇഷ്കും മഹബത്തൊക്കെ ഉപയോഗിക്കുന്ന കാലത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഞാൻ വേറെന്തെങ്കിലും ഒരു താല്പര്യത്തിലാണോ ഉപയോഗിക്കുന്നത് എന്ന പേടി വേണം. വിശേഷിച്ച് ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ദുനിയാവിന് വേണ്ടി ചെയ്താൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ഖൽബ് മരിച്ചു പോകുമെന്ന് ഇമാം ഷെഹറാനി റഹിമഹുല്ല തന്നെ തൻ്റെ തബ്ബീഹുൽ മുഅ്തരിൽ പറയുന്നുണ്ട്. ഒരു ദുരുദ്ദേശം നമുക്ക് അമലുകളിൽ ഉണ്ടാവരുത്. നിങ്ങളെന്താ അവരുടെ മയ്യത്തുസ്കാരത്തിന് വരാതിരുന്നത് എന്ന് വെച്ചപ്പോൾ സൂഫിയാക്കൾ പറയും, എനിക്കെന്തോ ഒരു ഖൽബൊന്നും നന്നായി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് പങ്കെടുക്കാതിരുന്നത്. അവരത്രയും ശുദ്ധമായ ഹൃദയം. അവരങ്ങനെ ഈ ഇബ്ലീസിന്റെ ചതികളിൽ നമ്മൾ പഠിച്ചാൽ അടുത്ത പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയുണ്ട്. എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കാമല്ലോ. അതെന്താ? ഇബ്ലീസ് നമ്മളിലേക്ക് കടന്നു വരുന്ന ഡോറുകളുണ്ട്, അതും ക്ലോസ് ചെയ്യണം. അത് ഇഹ്യാ ഉലൂമുദ്ദീനിൽ തന്നെ ഉണ്ട്. മദാഖിലു ശൈത്താൻ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഉണ്ടല്ലോ. അത് വിശദമായി പറയല്ല, അതിനൊന്ന് സോർട്ട് ചെയ്ത് പറയാം. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു കോട്ട പോലെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇബ്ലീസും അനുയായികളുടെ പേര് ശയാത്വീൻ, ഉപ്പാപ്പയുടെ പേര് ഇബ്ലീസ്. ഇവര് എങ്ങനെയെങ്കിലും തക്കം പാർത്തിരുന്ന് കയറാൻ നോക്കും. ഒരു ചെറിയ ലൂപ്പ് ഹോൾ കണ്ടാൽ, ഒരു ഗ്യാപ്പ് കണ്ടാൽ കയറും. കമാൻഡർ സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കണ പോലെ കയറും. ഏതാണ് ഈ ഇബ്ലീസിന്റെ കവാടം? ഒന്നാമത്തത് അൽ ഗളബു, ദേഷ്യപ്പെടലാണ്. ഒരാൾ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഇബ്ലീസ് ഉടനെ തന്നെ അനുയായികളെയും കൂട്ടിയിട്ട് അയാളുടെ കൽബിലേക്ക് കയറി, പിന്നെ ഗ്ലാസ് എറിയലായി, പ്ലേറ്റ് പൊട്ടിക്കലായി, ഭാര്യനെ തൊലാക്കലായി, സംഘടനാ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കലായി. കണ്ടോ, അതൊക്കെ അതിൻ്റെ പാർട്ടാണ്. എന്തെല്ലാം ഇയാൾ ചെയ്യുന്നത് എന്ന് ഇയാൾക്ക് എന്നെ തിരിയൂല. അതിന് ഗസാലി ഇമാം ഇഹിയിൽ അടിപൊളി ഉദാഹരണം പറയുന്നുണ്ട്. എന്താ ഉദാഹരണം എന്നറിയോ? ഒരു കുട്ടീൻ്റെ കയ്യിൽ ഒരു ബോള് കിട്ടുന്ന പോലെയാണ്. ബോള് കുട്ടി മുകളിലേക്ക് എറിഞ്ഞാൽ കുട്ടീൻ്റെ കയ്യിലേക്ക് തന്നെ വരും, താഴേക്ക് എറിഞ്ഞാലും വരും, ഈ ചുമരിലേക്ക് എറിഞ്ഞാലും ബോൾ ഇങ്ങോട്ട് തന്നെ വരും. ബോള് പറയാണ് എന്നെ ചുമരിനെ തട്ടിച്ചിട്ട് എനിക്ക് വേദനയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബോളിൻ്റെ മുഴുവൻ നിയന്ത്രണവും കുട്ടിക്കാണ്. എന്ന പോലെ ഇയാളുടെ മുഴുവൻ നിയന്ത്രണവും ഇബ്ലീസിനായിരിക്കും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ. ചില ആളൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇത് വലിയ ഉസ്താദ്മാരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ നീ എന്താ ദേഷ്യം പിടിക്കുന്നു? അതിന് മുമ്പ് ആയത്തും ഹദീസൊക്കെ ഓതുന്ന പോലെ തെളിവ് പറയും, ഞാൻ അങ്ങനെയാണെന്ന്. അതെന്നങ്ങനെ എൻ്റെ ഉപ്പയും അങ്ങനെ തന്നെയാണെന്ന് രണ്ടാമത്തെ തെളിവ്. പിന്നെ മരിച്ചുപോയി ഉപ്പാപ്പനെ വിടൂല, ഉപ്പാപ്പയും അങ്ങനെയാണെന്ന് ഉമ്മ അധികം പറയാറുണ്ട്. 3 പൊട്ടത്തരം അഭിമാനാക്കരുത് കേട്ടോ, ദേഷ്യപ്പെടരുത്. ചില ആൾ ഇഫ്താറിന്റെ ഘട്ടത്തിൽ ലൈമിന് തണുപ്പില്ലെങ്കിലും ഭാര്യനോട് ചൂടാവും. എന്തിനെയാണ് നോമ്പ് വെച്ചത്? എന്താ അതിന്റെ താല്പര്യം? വൽ കാളിമീനൽ ഗൈദ്, ദേഷ്യത്തെ അടക്കി പിടിക്കണം. തങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും സീനിയറായ ലീഡറാണ് മൂസ എന്ന് പറയുന്ന മഹാൻ. അവരാരോടും ദേഷ്യം പിടിക്കാത്തതുകൊണ്ടാണ് മൂസൽ കാളിം എന്ന് പേര് വന്നതെന്ന് റളിയല്ലാഹു അൻഹു അൽ ബിദായത്തു വൻ നിഹായയിൽ കാണാം. ആരോടും ദേഷ്യം പിടിക്കില്ല അവർ. നമ്മൾ അങ്ങനെയാവേണ്ടത്, ആരോടും ദേഷ്യപ്പെടരുത്. 4-5 തവണ ഒരാളെ ഫോൺ വിളിച്ചു, കിട്ടിയിട്ടില്ല. അപ്പോൾ 6ാമത് വോയിസ് അയക്കുമ്പോൾ, ഹബീബി ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ചിരുന്നു, തിരക്കിലായിരിക്കും, അറിഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാതിരിക്കൂല എന്നറിയാം, ഒന്ന് മിസ് കോള് കണ്ടാൽ തിരിച്ചു വിളിക്കണേ. എന്ത് രസമുണ്ട്. ഇതിനാണ് നമ്മൾ നോമ്പൊക്കെ എടുക്കുന്നത്, നമ്മളെ ഒന്ന് ഉടച്ച് വാർക്കാൻ. അങ്ങനെ